ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ രണ്ട് തരം കേക്ക് ഡെക്കറേഷൻസ് ആണ് കാണാൻ പോകുന്നത്. ഒരേ കേക്കിൻ്റെ ഒരു സൈഡിൽ വെൽവെറ്റും മറ്റേ സൈഡിൽ ഒരു മിറർ ഗ്ലേസ് ഫിനിഷും ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് മിറർ ഗ്ലേസ് ടെക്നീക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം മിറർ ഗ്ലേസിനുള്ള സാധനങ്ങളാണിത്. ഒരു 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് ഒരു 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ ജെലറ്റിൻ, അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ജെലറ്റിൻ ഒന്ന് ബ്ലൂം ചെയ്യാനായിട്ട് ഈ 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒരു 10 മിനിറ്റ് അതിനെ മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ബാക്കി സംഗതികളൊക്കെ റെഡിയാക്കാം. മിറർ ഗ്ലേസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ഒന്ന് ആദ്യം തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഈ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണ്. മിൽക്ക് മെയ്ഡ് ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മുടെ ജെലറ്റിൻ ഇവിടെ ബ്ലൂമായി നിൽക്കുന്നുണ്ട്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജെലറ്റിൻ ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ജെലറ്റിൻ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് ഇത് നമുക്കിങ്ങോട്ടേക്ക് മാറ്റാം. എന്നിട്ട് ഈ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇതിലേക്ക് ചേർക്കാം. അത് ചേർത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴേക്കും അതൊന്ന് മെൽറ്റാവും. അതിന് ശേഷമാണ് നമ്മളത് മിക്സ് ചെയ്യാൻ പോണത്. നമുക്കിനി ഇത് ഒന്ന് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇതിലിരുന്നിട്ട് ഒരുവിധം മെൽറ്റായിട്ടുണ്ടാവും. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് അതൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്ത് സ്മൂതൻ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒട്ടും തരികളില്ലാതെയാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇത് സ്ട്രെയിൻ ചെയ്തപ്പം ഇതിൽ കുറച്ച് തരികളൊക്കെ ഉണ്ട്. നമ്മുടെ മിറർ ഗ്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഞാനിതിന് ഒരു റെഡ് കളറാണ് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ അത്രയൊക്കെ മതിയാവും. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതുപോലെ ഒരു ഫുഡ് തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. മിറർ ഗ്ലേസിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു ബിറ്റ്വീൻ 92 and 96 ഡിഗ്രി ഫാരനൈറ്റ്സ് ആയിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കേക്കിൽ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കുറയുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്ത് റെഡി ആയിട്ടുള്ള കേക്കാണിത്. ഇപ്പം നമ്മൾ തൊട്ട് നോക്കിയാൽ നമ്മുടെ കയ്യിൽ ബട്ടർ ക്രീം വരാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ഒരു വെൽവെറ്റ് സ്പ്രേ കൊടുക്കുകയാണ്, വെൽവെറ്റ് കോട്ടിംഗ് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു വെൽവെറ്റ് കോക്കോ ബട്ടർ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. ഇതിവിടെയൊക്കെ തെറിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പം ഫുൾ വെൽവെറ്റ് കൊണ്ട് കവറായിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ഒരു ഹാഫ് ഞാനിനി മിറർ ഗ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് ടെമ്പറേച്ചറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മെല്ലെ ഒരു സൈഡിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ മിറർ ഗ്ലേസ് ഒക്കെ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒന്നിങ്ങനെ ക്ലീനപ്പ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ഉള്ള മിറർ ഗ്ലേസ് ഒന്ന് ഡ്രിപ്പ് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഗോൾഡ് സ്പ്രിങ്കിൾസും ഗോൾഡ് ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗോൾഡ് ബീഡ്സും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെൽവെറ്റ് ഫിനിഷും മറ്റേ സൈഡ് മിറർ ഗ്ലേസും ആണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് ബീഡ്സും ഗോൾഡ് സ്പ്രിങ്കിൾസും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് റോസ് പെറ്റൽസും അതുപോലെ തന്നെ കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ വെച്ചിട്ട് ഒന്നുകൂടി ഭംഗിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ടെക്നിക്കുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.